നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നതുണ്ടല്ലോ, ഏറ്റവും ഞാൻ ഈ സാരിയുടെ സെയിൽസിൽ, അത് ഓൺലൈനാകട്ടെ ഓഫ്ലൈനാകട്ടെ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രിയമുള്ള എന്നാൽ കുറച്ച് റിസ്ക്കുള്ള ഒരു സാരിയാണ് കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ സാരി എന്തോരം നമ്മൾ സ്റ്റോക്ക് ചെയ്താലും യാതൊരു പഞ്ഞവും ഇല്ല ആ സാരി തീരാനായിട്ട്. ഒരു റിസ്ക്കും ഇല്ലാതെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എപ്പോൾ വന്നാലും ആൾക്കാർക്ക് ആവശ്യമാണ് ആ സാരി. എന്ന് വെച്ചാൽ നമ്മുടെ സെമി ലിനൻ സാരിയാണ്. പ്രത്യേകിച്ചും അതിൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത്. മെയിനായിട്ട് ബ്ലാക്ക്, ഇൻഡിഗോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഓൺലൈൻ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല. കാരണം ഷോപ്പിൽ അത് മിച്ചം വന്നിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഇത് ഈ ഇൻഡിഗോ സാരി അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ലിനൻ സാരിയൊക്കെ എന്ന് പറയുന്ന ആ ഒരു സ്റ്റഫ് പല സ്റ്റഫിൽ ഇറങ്ങും. ആ ഒരു സ്റ്റഫല്ല, ആ ഒരു ഇത് പല സ്റ്റഫിൽ ഇറങ്ങുന്നുണ്ട്. സോഫ്റ്റ് കോട്ടണിൽ, അതായത് മെൽ കോട്ടണിൽ ഇറങ്ങുന്നുണ്ട്, ലിനനകത്ത് ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് സെമി ലിനനകത്ത് ഇറങ്ങുന്നതാണ് ഏറെ ജനപ്രിയം എന്ന് പറയുന്നത് ആൾക്കാർക്ക്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ ഒരു സ്റ്റാർച്ച് ഒന്നും ഇല്ലാത്ത ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മൾ സാരി കണ്ടു കഴിഞ്ഞാൽ തോന്നത്തുള്ളൂ. പക്ഷെ അത് ഉടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ലുക്ക്, ഗമ, ആ ഒരു ആര് കണ്ടാലും ഒന്നോടൊന്ന് നോക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ ബൊമ്മയില്ലേ, മാനിക്യൂൻസിനെ ഡിസ്പ്ലേ ചെയ്തിട്ടാൽ പോലും എത്രയോ കാലങ്ങളായിട്ട് ഷോപ്പിലുള്ളത്, എന്നാൽ പോലും അപ്പോഴേ വണ്ടി നിർത്തിയിട്ടൊക്കെ ആൾക്കാർ കയറി വരാറുണ്ട്. അത്രയ്ക്കൊരു ഭംഗിയാണ്. പ്രത്യേകിച്ച് വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇടുമ്പോൾ പ്രത്യേകതയാണ്. ഇതിന് വിത്ത് ബ്ലൗസും ഉണ്ട്. വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതും കൂടെ ഞാൻ പറയാം. ആദ്യത്തെ സാരിയിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ആദ്യത്തെ സാരി. ഇതിപ്പം ഇൻഡിഗോയും അല്ല ബ്ലാക്കും അല്ല, ഇതൊരു നേവി ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ്. എന്നിട്ട് ഇതിൻ്റെ വീതി കൂടിയ ബോർഡറാണ്. കണ്ടോ, എനിക്ക് ഈ സാരി പരിചിതമല്ല, എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇത്തേ കൂടെ ഇതാണ് മുന്താണി പോയിരിക്കുന്നത്, ഒരു മാംഗോ പ്രിൻ്റ്. ഇത്തേ കൂടെ ഒരു സിൽവർ സെറി ആണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ഈ മുന്താണിക്ക് സിൽവർ വീവിങ്. ഇതാണ് അതിൻ്റെ ബോർഡർ. കണ്ടോ, ഇങ്ങനെ നല്ല സാരി. വൺ പ്ലീറ്റ് ആയിട്ട് ഇടുന്നതിനെ കഴിഞ്ഞും അത് എപ്പോഴും കൂടുതൽ എൻ്റെ അഭിപ്രായമായിട്ട്, എൻ്റെ നോട്ടത്തിൽ ഞാൻ പറയുന്നത്, വൺ പ്ലീറ്റ്സ് ആയിട്ടിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇത് പ്ലീറ്റ്സ് എടുത്തിട്ട് ഇടുമ്പോൾ കുറേ കൂടെ ഭംഗിയാണ്. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസായിട്ട് വരുന്നത്. കണ്ടോ, ഇതാണ് കയ്യിൽ ഈ ബോർഡറൊക്കെ ആയിട്ട് ഇതിൻ്റെ വിത്ത് ബ്ലൗസ്. ചിലർ ഇതിന് വേറെ ഈ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഇടും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇത് സ്റ്റാർച്ച് ചെയ്യുന്നതല്ല. ഇത് കണ്ടാൽ ഒരു സ്റ്റാർച്ച് ഇല്ലാതായിരിക്കുന്നത്, സ്റ്റാർച്ച് ചെയ്യുന്നതല്ല. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഡ്രൈ വാഷ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇത് കളർ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് എഴുതിയാണ് വരുന്നത്. അതിന് സെമി ലിനനാണ് സാധനം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കളർ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഷോക്ക് അടിക്കുന്ന പോലെ ഒന്നും അയ്യോ കളർ ഇളകുമോ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യട്ടെ, ചോറ് വെക്കുന്ന പോലെയാണ് നമ്മൾ പായസം വെക്കുന്നത്, അല്ലല്ലോ. ചക്ക മുറിക്കുന്ന ഒരു ഉദാഹരണം കേട്ട്, ചക്ക മുറിക്കുന്ന പോലെയാണോ ആപ്പിൾ മുറിക്കുന്നത്? അല്ല. ഓരോന്നിനും ട്രീറ്റ് ചെയ്യേണ്ട രീതിയുണ്ട്, ഓരോന്നിനും നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതിയുണ്ട്. അത് ചിലത് ഇത് ഡ്രൈ വാഷേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഷോക്ക് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ എന്നെ എടുക്കണം, നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്യണം. ഡ്രൈ വാഷ് ചെയ്യാനൊക്കെ ഇനി പോകാനൊക്കെ മെനക്കേട്, എനിക്കൊന്നും പറ്റത്തില്ല. ഷാമ്പൂ വാഷ് ചെയ്യുക. വാഷൊന്നും പെട്ടെന്ന് ചെയ്ത് കാര്യമില്ല. ഇത് വെയിലത്തിട്ട് ഉടുത്തിട്ട് നമ്മൾ തണലത്തിട്ട് ഉണങ്ങിയാൽ മതി. ഇനി മഴയുള്ളപ്പോഴേക്കും ഉടുക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങളിത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കളർ ഗാർഡ് വാങ്ങിക്കുക. കളർ ഗാർഡ് വാങ്ങിച്ചിട്ട് ഈ ഒരു സാരി മുങ്ങാനുള്ള എത്രയും വെള്ളത്തിൽ കളർ ഗാർഡ് കുറച്ച് ഒഴിച്ചിട്ട്, നമ്മൾ സ്റ്റാർച്ച് ചെയ്യാൻ എടുക്കുന്ന അത്രയും കളർ ഗാർഡ് ഒഴിച്ചിട്ട് ഈ സാരിയുടെ എല്ലാ ഭാഗത്തും കളർ ഗാർഡ് പിടിക്കത്തക്ക രീതിക്ക് ഈ സാരി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് അതേപടി സ്പിൻ ചെയ്യാതെ പിഴിയാതെ എടുത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ കളർ പ്രൊട്ടക്റ്റഡ് ആയി. പിന്നെ കളർ ഇളകത്തില്ല. ഇങ്ങനെ ചില കാര്യം നമ്മൾ കാഞ്ചീപുരം സാരി ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ മുഖത്ത് പാടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നൊക്കെ അരച്ചിടും, അല്ലേ, എന്നൊക്കെ ക്രീം മേടിച്ച് തേക്കും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ചിലർക്ക് ഈ കളർ ഇളകും എന്നുള്ള നമ്മൾ പച്ചയായിട്ട് പറയുമ്പോൾ ഭയങ്കര ഒരു കളർ ഇളകുമെന്ന് പറഞ്ഞു തരുന്നോ, കളർ ഇളകുമെന്ന് പറഞ്ഞു തരണം. അതാണ് കറക്റ്റ് ജെനുവിൻ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഇത് അങ്ങനത്തെ സാരി കേട്ടോ. ഇനി അതിൻ്റെ തന്നെ വേറെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. വീതി കൂടിയ ബോർഡറിനുള്ളതിനും അല്ലാത്തതിനും റേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് ആദ്യം കാണിക്കാം. ഇൻഡിഗോ. ഇത് എന്നാ രസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കത്തില്ല. എൻ്റെ പേഴ്സണൽ
ഫേവററ്റുകളിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഒരു സാധനമാണിത്. ഞാൻ പിന്നെ അങ്ങനെ സാരി എപ്പോഴും ഉടുക്കത്തില്ലാത്തതുകൊണ്ട്, പക്ഷേ ഞാൻ പർച്ചേസിന് പോയാൽ എപ്പോൾ പോയാലും നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെടുക്കാതെ പോരത്തില്ല. സ്റ്റോക്കിനകത്തെ ഒരു പ്രശ്നമേ ഇതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് ഞാൻ എന്താണെന്ന് പറയാം ഇങ്ങനെ ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, അത്രയ്ക്ക് ഇത് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലൗസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഈ വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ്. ചിലർ വൈറ്റ് ബ്ലൗസ് ഇടും, വൈറ്റ് ബ്ലൗസൊക്കെ ഇട്ടോ, പക്ഷേ കളർ ഇളകുന്ന രീതിക്ക് ഇടരുത് കേട്ടോ. ഇങ്ങനെ സ്വെറ്റ് പാഡൊക്കെ വെച്ചിട്ടൊക്കെ ഇടാവുള്ളൂ. മഴ നനയുന്ന രീതിക്ക് ഇടരുത്. കളർ ഇളകുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ രീതിക്ക് വേണം ട്രീറ്റ് ചെയ്ത്. ഇപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് ഒരു വൈറ്റ് ബ്ലൗസ് ഇട്ടിട്ട് ഒരു കളർ ഇച്ചിരി പോയി അറിയാനും പ്രശ്നമില്ല, അത് അയത്തേന്ന് പൊക്കോളും. അതേസമയം വലിയ കൂടിയ തുണി എടുത്തിട്ട് ബ്ലൗസ് തയ്ച്ചിട്ട് അതിൻ്റെ കളർ ഇട്ടേ കയറി പിടിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കളർ പിടിക്കുന്നോ കളർ ഇളകുന്നോ അല്ല, ഇത്തേന്ന് കളർ പോകത്തില്ല, ഈ സാരിയെന്ന് കളർ പോകത്തില്ല. നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് പ്രാവശ്യം കഴിയും ബക്കറ്റ് നീല നിറം വെള്ളമായപ്പോൾ സാരിയെ നല്ല പോകുന്നത്. ഇത് പ്രത്യേകിച്ച് നമ്മളിത് എന്നാ പറയുന്നത്, ഇതിൻ്റെ ഈ ഇൻഡിഗോ കളറാക്കി എടുക്കുന്ന പ്രത്യേക ഒരു പ്രോസസ്സിങ് കൂടെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു മെഴുക്ക് പോലെ ഒരു ലെയർ ഇളകി പോകുന്നതേ ഉള്ളൂ. അല്ല സാരിയെന്ന് കളർ പോകുന്നില്ല. ആ ലെയറാണ് നമ്മൾ വെള്ളത്തിൽ കാണുന്നത്. അതൊരിക്കലും സാരിയെന്ന് കളർ പോകുന്നില്ല. പക്ഷേ ഇതുടുത്താൽ കിട്ടുന്ന ഭംഗി, നിങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യത അത് പറഞ്ഞറിയിക്കത്തില്ല. അത് ഉടുത്തവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഇതിനാവശ്യക്കാർ ഭയങ്കര കൂടുതൽ. അടുത്ത ഡിസൈൻ ഇത് ഇങ്ങനെ ചെറിയ ഡിസൈൻ. ഇതിപ്പോൾ ഇൻഡിഗോയുടെ ഡാർക്കാണ് കേട്ടോ, നേവി ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഡാർക്കാണ്. പ്യുവർ ഇൻഡിഗോ എന്ന് പറയാൻ പറ്റത്തില്ല, നേവി ബ്ലൂ മിക്സ്. ഇൻഡിഗോയാണ്, ഇൻഡിഗോ ഉറപ്പായിട്ടും ഇൻഡിഗോ തന്നെയാണ്. ഇൻഡിഗോയുടെ നല്ല ഡാർക്ക്. മുന്താണി പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ ഇൻഡിഗോ കളറാക്കി എടുത്തിട്ട് ഇത് പുല്ലിലൊക്കെ ഇട്ടാണ് ഉണങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഈ ഡ്രയറിനകത്തിട്ടൊന്നും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ അല്ല ഉണങ്ങുന്നത്. അപ്പോൾ ഇത്തേൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പുല്ലോ പൊടിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതങ്ങനെ ആക്കി എടുക്കുന്നതാണ് ഈ കളർ കേട്ടോ. പുല്ലിലൊക്കെ ഇട്ട് ഉണക്കിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര പ്രോസസ്സിങ്ങിൽ കൂടെയാണ് ഈ ഇൻഡിഗോ കളറാക്കി എടുക്കുന്നതെന്ന് പറയുന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇൻഡിഗോയുടെ ഏതാട്ടെ, ചുരിദാറാട്ടെ സാരി ആട്ടെ എന്ത് സാധനമാട്ടെ, ഇൻഡിഗോ എന്ന് കളർന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം കുറച്ച് കളർ ഇതാവും. തന്നെ ചിലർക്ക് ഇൻഡിഗോ വേണ്ടെങ്കിൽ ഒത്തിരി പേര് ഇപ്പോൾ ഷോപ്പിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം ചോദിച്ച് വന്നുകൊണ്ടിരുന്നത് അതേ വന്നിട്ടുണ്ട്. ഒത്തിരി സ്റ്റോക്കില്ല ഈ കളറിന്. ഡാർക്ക് മെറൂൺ നല്ല രസം. ഇതിൻ്റെ ഒട്ടും സ്റ്റാർച്ചില്ല കേട്ടോ. ശരീരത്തോടങ്ങ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ കിടക്കും, ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ ഇങ്ങോട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ്. ചിലർക്ക് സ്റ്റാർച്ച് വേണമെന്നാണെങ്കിൽ സ്റ്റാർച്ച് ചെയ്യാം. ഇതിൻ്റെ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഈ സ്റ്റാർച്ച് ഇല്ലാതെ ഈ പഴന്തുണി പരുവത്തിൽ കിടക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റൈലിങ്. ഭയങ്കര രസമാണ്. ഒട്ടും വണ്ണവും കാര്യങ്ങളും ഒന്നും തോന്നത്തില്ല. എന്നും കൊണ്ട് അത് ഈ ഇത്രയും ഇതെന്ന് വെച്ചാൽ ലിനനല്ലേ, കോട്ടൺ ലിനനാണ്. അപ്പം അതുകൊണ്ട് കോട്ടൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് അടുത്തത് അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരും. എന്താണ് ഇതേൻ്റെ ഇത് എന്താണിയാൽ എല്ലാത്തിലും ഈ ഒരു സിൽവർ ലൈൻ പോയിട്ടുണ്ട്. ഇത് കണ്ടോ ബ്ലൗസ്. നിങ്ങൾക്ക് ഇത് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ. ഈ സാരി മേടിച്ചിട്ടുള്ളവരും എടുത്തിട്ടുള്ളവരും ഉറപ്പായിട്ടും വീണ്ടും വാങ്ങിക്കും, വേറെ ഡിസൈൻസ് വാങ്ങിക്കും. എനിക്കറിയാം ഒരേ ഇൻഡിഗോയ്ക്ക് തന്നെ പല ഡിസൈൻസ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അടുത്തത് ഇൻഡിഗോ വിത്ത് വൈറ്റ്. അതിൻ്റെ എല്ലാം ഡിസൈൻസ് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കി എല്ലാം സെയിമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം സെയിമാണ്, പക്ഷേ ഡിസൈൻസ് വ്യത്യാസപ്പെട്ടു കണ്ടോ. ഇതിൻ്റെ ബോഡിയിലത്തെ ഡിസൈൻ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. മുന്താണി ഇതാണ് ബ്ലൗസ് കണ്ടോ. വൈറ്റ് ബ്ലൗസ് വേണേലും ഇടാം, ഇത് വേണേലും ഇടാം. വൈറ്റ് ബ്ലൗസ് ഞാൻ പറഞ്ഞല്ലോ, ഇടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നല്ല ഭംഗിയാണ്. ആ ഭംഗിക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടി വരും, ചില സാക്രിഫൈസൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഭംഗി തന്നെയാണ്. ഈ രാത്രിയിലൊക്കെ രക്തചന്ദനമൊക്കെ ഇട്ട്, ഈ പണ്ട് കാലത്തൊക്കെ ഇല്ലേ രക്തചന്ദനമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നപ്പോൾ അതിന് ചെറിയ പണ്ട് കാലത്തെ മുത്തശ്ശിമാരൊക്കെ പറയും രക്തചന്ദനമൊക്കെ മുഖത്തരച്ചിട്ട് കഴിഞ്ഞാൽ ആരും കാണരുത്, കാരണം പേടിച്ചു പോകും. അപ്പം അയ്യോ എന്നൊക്കെ വെക്കരുത് എന്നൊക്കെ പറയുന്നു. എന്തെല്ലാം ഭംഗിക്ക് സൗന്ദര്യത്തിന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ അത് കൂടത്തിൽ ഒരു നല്ല ലിനൻ്റെ ഒരു സാരി മേടിച്ച് വെച്ചോ, അത്രയും ഭംഗി വേറെ ഒന്നിനും കിട്ടത്തില്ല, സത്യമായിട്ടും പറയാം.
ഇപ്പം ഞാൻ എല്ലാത്തിനും അങ്ങനെ പറയുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുവേ, അല്ലേ? സത്യമായിട്ടും പറയുന്നില്ലേ? എന്നാണ് ഇത് ഭംഗിയുള്ളതെല്ലാം ഭംഗിയുള്ള പ്രകൃതി ഭംഗിയുള്ള പല സാധനങ്ങൾ കാണത്തില്ലേ? മഴ, മഞ്ഞ്, കാറ്റ്, അല്ലേ, കടൽ. വിദ്യ ഒന്ന് നിർത്തു, വിദ്യയെ കൂടുന്നു അല്ലേ? മനസ്സിൽ വിചാരിച്ചോ? ഇവിടെ നിന്നിട്ട് എന്നോട് പറയുക കൂടുന്നുണ്ടെന്ന്. മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാവോ? എന്നാ ഞാൻ വേണ്ടി നിന്നിട്ട് മുന്താണി. പിന്നെ മിണ്ടാതെ ജീവിക്കാൻ പറ്റുമോ നീ മനുഷ്യർക്ക്? ഇത് കണ്ടോ, ഞാൻ പറഞ്ഞതിൻ്റെ തെളിവാ. പുല്ലിലിട്ട് ഉണക്കിയതാന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. കേട്ടോ, പുല്ലിൻ്റെ ഒരു അംശമായി കാണുന്നത്. പുല്ലിലിട്ട് ഉണക്കി ഡൈ ചെയ്യുന്നത്, അല്ലാതെ മെഷീനകത്ത് ഡ്രയറിനകത്തിട്ടല്ല, അല്ലാത്തതുപോലെ ഡൈ ചെയ്യുന്നത്. ഇതാണ്. ഇത്തേൽ മെറൂണും ഉണ്ട്, വൈറ്റും ഉണ്ട്, ജെറ്റ് ബ്ലാക്കും ഉണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് തപ്പാൻ പോയതാണ്, അതിൻ്റെ ഇടയ്ക്ക് മുന്താണിയെ പിന്നെയും കാണിക്കുക. ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ കൈയുടെ അറ്റത്ത് വരും. ആ ബോർഡർ വേണ്ടെങ്കിൽ ഈ ബോർഡർ വേണമെങ്കിലും വെക്കാം, ഇഷ്ടമുള്ള ബോർഡർ വെച്ചോ. അടുത്തത് നല്ലൊരു ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്കിൽ മസ്റ്റാർഡ് യെല്ലോ. എല്ലാം സെയിം മെറ്റീരിയൽ, സെയിം എല്ലാം സെയിം ആണ്. ഇതിനകത്ത് ചിലർ കളറ്, എല്ലാവർക്കും ഇൻഡിഗോയും ബ്ലാക്കും അല്ലാതെ ബ്ലാക്ക് ഉണ്ട്, കളർ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഇതും നല്ല ഭംഗിയാണ്, മസ്റ്റാർഡ് യെല്ലോയ്ക്ക് നല്ല ഭംഗിയാണ്. അത് കൺഫ്യൂസ്ഡ് ആവും, ഏത് ഇടണം ഏത് വേണം എന്നുള്ളത്. സത്യമായിട്ടും അത് നമുക്കൊരു പ്രകാശം വരും, പ്രകാശം. പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ ഒരേ ഡിസൈനിൽ പെട്ട നിങ്ങൾക്ക് ഇതാണ് ബ്ലൗസ് പ്ലെയിൻ ഡസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടോ ബ്ലൗസിന് വരുമ്പോൾ വന്നിട്ട്. പക്ഷേ ഇതിൻ്റെ ബോഡിയിലോട്ട് വരുമ്പോഴത്തേനും നല്ല ജെറ്റ് ബ്ലാക്കാണ്. നിങ്ങൾക്കില്ലേ ഒരു ഡിസൈൻ കിട്ടിയില്ല എങ്കിൽ അടുത്ത ഡിസൈൻ നോക്കുക. ആ ഡിസൈനിൻ്റെ തന്നെ റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിക്കരുത് കേട്ടോ, വരത്തില്ല. കാരണം അങ്ങനെ വരണമെങ്കിൽ കാലങ്ങളെടുക്കും. അപ്പോൾ മറ്റൊരു ഡിസൈൻ സെലക്ട് ചെയ്യാതെ. ഡിസൈനിലൊന്നും വലിയ വ്യത്യാസം വന്നു പറഞ്ഞാൽ ഒരു ഇതുമില്ല. എല്ലാം ആ കളറിലും അതിൻ്റെ ആ ഒരു ബോർഡറിലും ഒക്കെയാണ് കാര്യം ഇരിക്കുന്ന മെറ്റീരിയലും. ഇത് വന്നിട്ട് ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ്റെയും ഡാർക്ക് നമ്മുടെ മൊഡാളയിലൊക്കെ വരുന്നതാണ് ഈ ഒരു ഗ്രീന്. ഇതാണ് ബോഡി. മുന്താണി തേണ്ട ഇങ്ങനെ വരും, പച്ചയാണ് കേട്ടോ, ഒരു സൈസ് കരിമ്പച്ച. ബ്ലൗസ് തേണ്ട ഇങ്ങനെ വരും. ഇനിയാണ് ബ്ലാക്കുകളുടെ പരിപാടികൾ. ബ്ലാക്കും മെറൂണും. ബ്ലാക്ക് തന്നെയുള്ളത് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതും കൂടെ ഉണ്ട്, ബ്ലാക്കും മെറൂണും കൂടെ. മുമ്പ് കാണിച്ചതിൻ്റെ വേറൊരു പ്രിൻ്റ്. ഞാനാണെങ്കിൽ ഇപ്പം നേരമില്ലായിട്ടല്ല, ഇതെല്ലാം ഒന്ന് ഉടുത്തൊക്കെ ഒന്ന് പരീക്ഷണമെല്ലാം നടത്തി കാണിച്ചേനെ. പരീക്ഷണം ഒന്നും നടത്തണ്ട, ഒന്നും ഉടുത്ത് കാണിക്കാൻ വേണ്ട. ഞാനിത് ഉടുത്തിട്ടില്ല കേട്ടോ ഈ സാരി. കാരണം ഞാൻ സാരി ഉടുക്കില്ലാത്തതുകൊണ്ട് എനിക്ക്. പക്ഷെ ഉടുത്തേക്കുന്ന ആരെ കണ്ടാലും ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇത്രയും ഘോരം പറയാൻ കാര്യം. അയ്യോ, ഇതിന് മുന്താണി കാണിച്ചോ? എന്നാ ഒന്ന് പറഞ്ഞൂടെ മുന്താണി കാണിച്ചിട്ടില്ല എന്ന്? ചുമ്മാ നോക്കി നിൽക്കുക, കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. ഇങ്ങോട്ട് എന്നെ വിളിക്കുന്നതായി ഞൊട്ടി. എനിക്ക് പേരുണ്ട്, നല്ല ഒന്നാം തരം പേര്, വിദ്യ. കണ്ടോ, ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനത്തെ ബോർഡർ, ഒരു സൈഡിൽ പ്ലെയിൻ സിൽവർ സെറി. എന്നാ വാചോടി എന്ന് പണ്ട് പേര് കേട്ടതാണ് എൻ്റെ വാചോടിക്ക്. ആദ്യത്തെ കാലത്തൊക്കെ വീഡിയോ ഒക്കെ തുടങ്ങിയ കാലത്തെ ഇവരുടെ വർത്താനം എന്ന് പറയുന്നവരും ഉണ്ട്. എൻ്റെ പൊന്നു വിദ്യ മിണ്ടാതിരിക്കും. ഞാനത് കേട്ടിട്ട് മിണ്ടാതിരുന്ന് വീഡിയോ എടുക്കും. അപ്പോഴത്തേനും എൻ്റെ പൊന്നു വിദ്യ മിണ്ടാതിരുന്ന് വീഡിയോ എടുക്കരുത്, പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് മെജോറിറ്റി. നമുക്ക് നമ്മുടെ സ്വഭാവമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക്, ഇതാണ് ഡിസൈൻ. ഇതാ താഴത്തെ ഇതൊക്കെ കാണിക്കുന്നുണ്ടോ? കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. ഞാനും കുറച്ച് കുറ്റം കണ്ടുപിടിക്കാം. ഇത് കണ്ടോ? ഇങ്ങനെ കുത്തിയാൽ മതി. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരുമല്ലോ. ദേ മുന്താണി, ബ്ലൗസ് രസമല്ലേ ബ്ലൗസ്. ഇതിൻ്റെ ജെറ്റ് ബ്ലാക്ക് കേട്ടോ. ഓരോ ഡിസൈന് ഒത്തിരി സ്റ്റോക്കില്ല, പല ഡിസൈനിലായിട്ടാണ് സ്റ്റോക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ റീസ്റ്റോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചിലർ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് 1% പോലും
വൈകിട്ട് വീഡിയോ കയറി കഴിഞ്ഞാൽ റീസ്റ്റോക്ക് വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അവർ മടുക്കും. അപ്പം ഞാൻ എന്നെടുക്കും എന്നറിയോ, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നതാണ്. ഇത് ഒരു ട്രീയുടെ ഒരു ഡിസൈൻ, നല്ല ജെറ്റ് ബ്ലാക്ക്, സെയിം ഡിസൈൻ ആയതുകൊണ്ടാണ് റീസ്റ്റോക്ക് വരും എന്ന് പറയുന്നത്. സാരി ഇഷ്ടം പോലെ റീസ്റ്റോക്ക് വരും. നമ്മുടെ കടയിൽ ഈ സാരി ഇല്ലാത്ത സമയമില്ല. ബ്ലൗസ് പ്ലെയിൻ, ഇതാണ് ബ്ലൗസ്. ഇനി എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം എറണാകുളത്തിന് പോകാൻ. എൻ്റെ പുത്രൻ ഗോവയ്ക്ക് പോയിട്ട് വരുന്നുണ്ട്, അവനെ കൂട്ടാൻ പോവാ, പിക്ക് ചെയ്യാൻ പോവാ. പിക്ക് മുന്താണി. ഈ ഡിസൈൻ പണ്ട് തൊട്ടേ എല്ലാവർക്കും പരിചിതമാണ്. ഇങ്ങനെ കുഞ്ഞ് ഡിസൈൻ ആവശ്യമുള്ള ഒത്തിരി പേരുണ്ട്. അതെന്നെ കളിയാന്ന് എനിക്കറിയത്തില്ല. അത് നല്ലതായിരിക്കും അല്ലേ, അതായിരിക്കും ഭംഗിയായിരിക്കും. ഭയങ്കര ആൾക്കാർ കുഞ്ഞു ഡിസൈൻ വേണം ഇങ്ങനെ പറയും. ബ്ലൗസ് കാണിച്ചില്ലേ ഒന്ന് പറയത്തില്ലേ. ബ്ലൗസ് സ്വപ്നലോകത്ത് ഒന്നുകൊണ്ടാണോ വീഡിയോ എടുക്കുന്നത്? അയ്യോ ഞാൻ മടുത്തു. ഇത് അടുത്തത് മാംഗോ ഡിസൈൻ, മൈ ഫേവറേറ്റ്. ഈ മാംഗോ ഡിസൈൻ, സിക്സാഗ് ഡിസൈൻ, ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സുകളാണ്. ഇത് മുന്താണി, ഇത് ബോഡി, ഇത് ബ്ലൗസ്. ഇപ്പം ഇരുന്നോണ്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സ്വഭാവമായിരുന്നു എനിക്ക് നേരത്തെ. ഭയങ്കര മടുപ്പായിരുന്നു. ഇരുന്നോണ്ടായതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി ഒരു ആശ്വാസമുണ്ട്. ഇനി ഇതേ അടുത്തത് ബൂട്ടാസ് ഉള്ളത്, ഡിസൈനർ സാരി. റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഒരു 100 രൂപയുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം. ഓക്കെ, എന്നാ രസമാണോ ഈ സാരി. നിങ്ങൾ ഈ സാരിയൊക്കെ ഡിസൈനർ സാരിയുടെ ഏറ്റവും വലിയ ഫംഗ്ഷനും എടുത്തുകൊണ്ട് വെക്കും, നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതാണ് ബോഡി കേട്ടോ. ഇങ്ങനെ ഇരിക്കും ബോഡി. എന്താണ് ഇത് ഇങ്ങനെ പക്ക ഇൻഡിഗോ. ബ്ലൗസ് വേണമെങ്കിൽ ഈ മജന്തയൊക്കെ വിയർ ചെയ്യാം. ഭയങ്കര പുതിയ കാര്യമൊന്നുമല്ല, ഞാനെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മജന്ത ബ്ലൗസ്, റാണി പിങ്ക് ബ്ലൗസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ ഗെറ്റപ്പ്, എന്നാ രസം. നമ്മൾ നോക്കുന്നു കേട്ടോ. ഒരിക്കലും ഞാൻ വാങ്ങിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വാചാക്കസർത്ത് നടത്തുന്നതല്ലേ. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. എൻ്റെ ഇഷ്ടം, നമുക്കിഷ്ടമുള്ള സാധനത്തെ പറ്റി നമ്മൾ ഒത്തിരി തോരാതെ പറയില്ല. ആ ഒരു പറച്ചിൽ പറയുന്നതേ ഉള്ളൂ. ഓർക്കും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, എനിക്ക് പേടിയാണ്. അതിൻ്റെ തന്നെ ബ്ലാക്ക് മുമ്പേ കണ്ടില്ല. അത് ഈ ബൂട്ടാസ് സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിന് എന്താണെന്ന് വേറെ, ഞാൻ ബൂട്ടാസ് എന്നൊക്കെ പറയും, ഇതിന് വേറെന്തോ ഒരു പേര് പറയും, കിങ്ങിണി. ഇത് മുന്താണി. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ, അതിൻ്റെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ബ്ലൗസ് വേറെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. മജന്ത ബ്ലൗസ് ഒരു പ്രാവശ്യം അങ്ങനെ ഇടാം, ഒരു പ്രാവശ്യം അതിൻ്റെ ബ്ലൗസ് വെച്ചിടാം. അല്ല ഇതിൻ്റെ തന്നെ ഡിസൈൻ വ്യത്യാസപ്പെട്ട് മാംഗോ ഡിസൈൻ ഞാൻ ചോദിച്ച് വാങ്ങിച്ച മാംഗോ ഡിസൈൻ എന്ന് പറഞ്ഞു. വരണമെങ്കിൽ മാംഗോ ഡിസൈൻ കണ്ടില്ല. എനിക്ക് സാരി ഒന്ന് കൊടുക്കണം. കൂട്ടറിനടുത്ത് മുന്താണി, ബ്ലൗസ് പ്ലെയിൻ. ബ്ലൗസിൽ ആ ഒരു ഇതുണ്ട് കേട്ടോ ബുട്ടാസ്. അത് ഇനി നിങ്ങൾക്കത് വേണ്ടെന്ന് തോന്നുവാണ്, അതൊന്നും ഒരു പാടുമില്ല. ഒരു ടക്ക് 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 ടക്കൊന്നും അയച്ചു കളയാം വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ അതില്ലാത്ത വാങ്ങിച്ചാൽ പോരെ അല്ലേ. അതുകൊണ്ട് അഴിച്ചു കളയരുത്. അതൊരു രസമല്ലേ, അതൊരു ഭംഗിയല്ലേ ആ ടാസിലൊക്കെ. ഇൻഡിഗോയുടെ മുമ്പേ കണ്ടതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ. അതിൻ്റെ മുന്താണി വരും, മുന്തേൻ്റെ ഇങ്ങനെ വരും കണ്ടോ. ബ്ലൗസ് പ്ലെയിൻ അല്ലേ, ബ്ലൗസ് അവിടെ പോയില്ലേ. ഇതാ ബ്ലൗസ് പ്ലെയിൻ അല്ല, ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട്. ഇന്ന് കാണിച്ച സാരി
എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. നല്ല അടിപൊളി സാരീസാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. സ്വർണം പോലെ അല്ലല്ലോ നമ്മൾ സ്വർണത്തെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഈ റോൾഡ് ഗോൾഡ് അല്ലെങ്കിൽ അല്ലാത്ത ഇപ്പം ഒരു ഫാൻസി ജ്വല്ലറി വാങ്ങിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ കിട്ടുന്ന ഭംഗി എന്ന് പറഞ്ഞാൽ ആർക്കും, ഏത് ഏജ് ഗ്രൂപ്പിനും, ഏത് വണ്ണമുള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും, ഏത് കളറുള്ളവർക്കും കളറില്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന ഐറ്റംസാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത്. ഒത്തിരി കാലം കൂടിയാണ് ഞാൻ സ്ഥിരം കാണിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഷോപ്പിൽ വെച്ച് അതിന് ഇരുന്നിട്ട് വേണ്ടേ കാണിക്കാൻ, കുറച്ചെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിലേ കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ മുനിയാന്ന് വന്ന സ്റ്റോക്ക് ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പം ഒത്തിരി പറഞ്ഞ് ദേഷ്യപ്പെടുത്തുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇതൊക്കെ കേട്ടിട്ട് ഇനി സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.